നൂറ് എന്ന പെൺകുട്ടിയുടെ 98 ദിവസത്തെ ബിഗ് ബോസിലെ ജീവിതം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരുപക്ഷെ ആദ്യം വന്ന ടൈമിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ നിലപാടുകൾ വ്യക്തമാക്കാതെയും വളരെ ഒതുങ്ങിക്കൂടി ക്യൂട്ടായിട്ടൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ പോകെ പോകെ നൂറ് ആരാണെന്നും നൂറയുടെ നിലപാടുകൾ എന്തെന്നും നൂറ ഒരു സ്പേസ് ഉണ്ടാക്കി. നൂറ പറഞ്ഞതുപോലെ മറ്റുള്ളവർ മാറ്റി നിർത്തിയപ്പോഴും കളിയാക്കിയപ്പോഴും അതുപോലെ ഡിസഗ്രി ചെയ്തപ്പോഴും താഴ്ത്തിക്കെട്ടിയപ്പോഴും സമൂഹത്തിൽ കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോഴും അതിനെയൊക്കെ തരണം ചെയ്ത് ഈ ഒരു ബിഗ് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നൂറയുടെ ഒരു കഴിവ് തന്നെയാണ്. ഒരുപക്ഷെ നൂറയുടെ സെക്ഷുവാലിറ്റി നൂറ തുറന്ന് കാണിച്ചത് കൊണ്ടായിരിക്കും ഇത്രയധികം ഹേറ്റേഴ്സ് നൂറയ്ക്കുണ്ടായത്. പക്ഷേ നൂറയെ സംബന്ധിച്ചോളം ഈ ഒരു ബിഗ് ബോസിൽ നല്ലൊരു ഗെയിം പ്ലെയർ ആയിരുന്നു. കാരണം എല്ലാ ഫിസിക്കൽ ടാസ്കും ഒരുപക്ഷെ ആര്യനെ പോലെ നല്ലൊരു ഗെയിം ചെയ്യുന്ന ഒരാൾ, ഫിസിക്കൽ ടാസ്ക് ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ ആര്യനെ തോൽപ്പിച്ചിട്ടാണ് ഈ ഒരു കൊച്ചു പെൺകുട്ടി ഈ എല്ലാ ടാസ്കിലും വിജയിച്ച് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരിക്ക് ടിക്കറ്റ് ഫിനാലയിൽ ഉള്ളൊരവസരവും കൊടുത്തത്. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്ത ടൈമിൽ ഞാനും പറഞ്ഞത് ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുമ്പം ടോപ്പ് 5 ഒരാളായി നിൽക്കുക എന്നാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഈ 2 ദിവസത്തിന് മുമ്പെയാണ് ലാലേട്ടൻ വന്ന് പറഞ്ഞത് അത് മിസ്റ്റേക്കാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പമാണ്. അപ്പം നമ്മളെല്ലാവരും ചിന്തിച്ചത് നൂറ ടോപ്പ് 5 വന്നു എന്നാണ്. അപ്പോൾ അതിൽ ആ കോൺവെർസേഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ടൈമിലൊന്നും ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതൊരു വലിയ കഷ്ടമായിപ്പോയി. നൂറെ പോലുള്ള ഒരാൾ ഇത്രയും ഫിസിക്കൽ ടാസ്ക് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ജയിച്ച ഒരാൾ വളരെ നിസ്സാരമായി ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് വളരെ ഒരു സങ്കടമാണ്. സെക്ഷുവാലിറ്റി പേരിലല്ല, നമുക്ക് ആരാണേലും ശരി, നൂറയാണേലും അനുവാണേലും ഏത് പെൺകുട്ടിയാണേലും ആരായാലും അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം ഇന്ന് നൂറയ്ക്ക് ആ മുഖത്ത് ഭയങ്കര സങ്കടം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൂറയ്ക്ക് മനസ്സിലായി നൂറ വെയിറ്റായി പോകുന്നു. അപ്പോൾ ആ ഒരു എഫേർട്ടൊക്കെ വെറുതെ ആയി നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നൂറയോട് ചോദിച്ച് എന്താണ് എടുത്തുകൊണ്ട് പോകേണ്ടതെന്ന് ചോദിച്ച ടൈമിൽ നൂറ പറയുന്നു എനിക്ക് ജിറാഫ് മതി, വളരെ ടാളാണ്, എല്ലാത്തിനെക്കാട്ടിലും പൊക്കത്തിൽ നിൽക്കുന്നതിനേറ്റാൾ. അതുപോലെ തന്നെ നൂറ അങ്ങനെ തന്നെയാണ്. വളരെ ആത്മവിശ്വാസത്തോടെ നൂറ പറയുന്നുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസത്തോടെ നൂറ പറയുന്നെങ്കിലും ആ മുഖത്തെ ഒരു മ്ലാനത നമുക്ക് കാണുവാൻ കഴിയും. വളരെ തന്ത്രപൂർവ്വമായി പുള്ളിക്കാരി എവിക്റ്റായി സന്തോഷത്തോടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ആ മുഖത്ത് വലിയൊരു വിഷമവും പരിഭവവും കാണാം. കാരണം ഇത്രയധികം ഡിസേർവാണ് നമ്മൾ വിചാരിച്ച ആൾ എവിക്റ്റായി പോയത്, അതൊട്ടും ശരിയല്ല. എല്ലാ ഫിസിക്കൽ ടാസ്കും ജയിച്ചത് കൊണ്ട് ഒരു സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് ഫിനാലെ വീക്കിൽ കൊടുത്തപ്പോഴത്തേന് തീർച്ചയായിട്ടും അത് ടിക്കറ്റ് ടോപ്പ് 5 വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്തുകൊണ്ടോ പറ്റിയില്ല. അത് പിന്നെയും പറയുന്നത് കഷ്ടമായിപ്പോയി, അത് ശരിയായില്ലെന്നാണ് എൻ്റെ അഭിപ്രായം.